2023 മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഒരു എക്സ്റ്റൻഷൻ പ്രോഗ്രാമായ യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജ് പ്രവർത്തനം ആരംഭിച്ചു. പുതിയ അംഗങ്ങൾക്കുള്ള ശില്പശാല വാലന്റൈൻസ് ഡേയിലാണ് ആരംഭിച്ചത്. നടക്കുന്ന വൃക്ഷമാവട്ടെ ഞാൻ ജീവനോടെ ജീവിക്കട്ടെ. ഞാനൊരു നടക്കുന്ന വൃക്ഷമാവട്ടെ ഞാൻ ജീവനോടെ ഞാൻ കുഞ്ഞമ്പു ബാങ്കിലായിരുന്നു ജോലി. 2018 സർവീസ് പൂർത്തിയാക്കി. ഒരുപാട് ഈ ടെക്നിക്കൽ സൂപ്പർവിഷൻ നടന്നത് കൃഷിഭൂമി മുഴുവനും രാസ പ്രക്രിയ കൊണ്ട് മാറിയിട്ടുള്ള അവസ്ഥയിലാണ് ജൈവ കൃഷിയെ തിരിച്ചുവന്നിട്ടുള്ളത്. അങ്ങേയറ്റം അഭിനന്ദനകരമായ ഒരു കാര്യമാണ്. വിഷയം ഉദാഹരണം പറയാം. പാരന്റിങ് എന്ന് പറഞ്ഞാൽ എന്താ? പാരന്റിങ് ഒരു വിഷയമാണ്, സബ്ജക്റ്റാണ്. അതിനെപ്പറ്റി എല്ലാവർക്കും പോലെ പ്രസംഗിക്കാം. പക്ഷെ എൻ്റെ കുഞ്ഞിനെ വളർത്താൻ ഞാൻ പഠിക്കട്ടെ. അപ്പം ഞാൻ പറയും കാറ്റടിച്ചു കൊടുക്കാറ്റടിച്ചു സാരി ഉടുത്തവരെല്ലാം മറന്നുപോയി അങ്ങനെ പറയുമ്പോൾ സാരി ഉടുത്തവരെ എഴുന്നേക്കണം. എന്നിട്ടിട്ട് ഏതെങ്കിലും ഒഴിവുള്ള ഒരു ചേർത്ത് പോയിരിക്കണം. ഞാൻ എന്തെങ്കിലും പറയും. കണ്ണടി ഇട്ടവരൊക്കെ പോട്ടെ, അല്ലെങ്കിൽ ചൂരിദാർ ഇട്ടവരൊക്കെ പറന്നു പോട്ടെ. കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചു ചൂരിദാർ ഇട്ടവരൊക്കെ പറന്നു പോട്ടെ എന്ന് പറയുമ്പോൾ ചൂരിദാർ ഇട്ടവരൊക്കെ എഴുന്നേറ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് കസേരയിൽ പോയിരിക്കണം. ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് പോകണം. ഇപ്പൊ ട്രയൽ അല്ലേ? ട്രയൽ. അപ്പൊ ഞാൻ കളി ആരംഭിക്കാൻ പോണേ. കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചു കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചു കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചു കണ്ണടിച്ചതെല്ലാം കാറ്റടിച്ചു കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചു കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചു പച്ച ബ്ലൗസൊക്കെ പറഞ്ഞു കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചു ചുരിദാറിട്ടവരൊക്കെ പറഞ്ഞു വന്നേ. പറയണം. പറഞ്ഞാൽ പറഞ്ഞൂടെ? വാളയിട്ടോര് കൊടുങ്കാറ്റടിച്ചു കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചു കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചു കറുത്ത നിറത്തിലുള്ള കണ്ണട ധരിച്ചവരൊക്കെ കറുത്ത കണ്ണട
കറുത്ത കണ്ണട. ആശീർവാദമൊക്കെ പറഞ്ഞുകൊണ്ടേ കാറ്റടിച്ചു കൊടുക്കാറ്റടിച്ചു കാറ്റടിച്ചു കൊടുക്കാറ്റടിച്ചു. സന്തോഷത്തോടെ എന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരെല്ലാവരും ഓടിപ്പോയി. അത് ഗംഭീര. പിന്നെ പോൾ സാറ് പറഞ്ഞത് സമാധാനമായി ജീവിക്കേണ്ട സമയമാണ്. അത് ഒരു നമ്പറിന്റെ എല്ലാം പറയല്ലേ? ഇത്രയും കാര്യങ്ങളാണല്ലേ? ഒന്ന് കഴിഞ്ഞു. 2 മുതിർന്നവരുടെ ഏകാന്തത അനിവാര്യമാണ്. വല്ലപ്പോഴും മാത്രമേ ഏകാന്തത നല്ലതായിട്ട് തോന്നൂ. 3-ാമത്തത് വാർദ്ധക്യകാലത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. മുതിർന്നവരുടെ ഏകാന്തത അനിവാര്യമല്ല. ഏകാന്തതയാണ് നമുക്ക് ഓരോ ചീത്ത ചിന്തകളിലൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ എപ്പോഴും ചിന്തകളെ പുതിയ പുതിയ തരത്തിലേക്ക് അല്ലെങ്കിൽ വായനയിൽ കൂടി പിന്നെ പ്രവർത്തനങ്ങളിൽ കൂടിയൊക്കെ തിരിച്ചുവിടാനായിട്ട് ശ്രദ്ധിക്കണം. എൻ്റെ കാലം കഴിഞ്ഞു, ഇനി എന്നെ എന്തെങ്കിലും കൊള്ളാം ഒരിക്കലും അല്ല. രണ്ടാമത്തെ കാര്യം മുതിർന്നവരുടെ ഏകാന്തത അനിവാര്യമാണെന്നുള്ളത് കൂട്ടുകൂടി പരസ്പരം ശ്രദ്ധിച്ചും പരിഗണിച്ചും സ്നേഹിച്ചും ഒക്കെ ആഹ്ലാദത്തോടുകൂടി ജീവിക്കേണ്ട കാര്യമാണ് ഏകാന്തതയുടെ ആവശ്യം. ബേർഡ്സായി ഇത്രയും കാലത്ത് അനുഭവ പാരമ്പര്യവും ഒക്കെ ഉണ്ട്. നമ്മൾ ശരിക്കും കൂർക്കഞ്ചേരി ഹാപ്പി വില്ലേജിൽ ഒരു ഗ്രൂപ്പ് കൂടി ആരംഭിക്കാൻ തീരുമാനമെടുത്തതിന് ശേഷമാണ് വന്ന അംഗങ്ങൾ പിരിഞ്ഞുപോയത്. മാർച്ച് 10-ാം തീയതി ആരംഭിക്കുന്ന ടാലൻസ് ഡേയിൽ കാണാം എന്ന പ്രതീക്ഷയിൽ അംഗങ്ങളെല്ലാവരും പിരിഞ്ഞു. കൂർക്കഞ്ചേരി നക്ഷത്രക്കൂട്ടത്തിൻ്റെ ഒരു അഭിമാന ദിവസമായിരുന്നു ഇന്ന്. വെള്ളം അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതമ്പു വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം ഞാവൽ കാപ്പഴുത്തല്ലോ എന്നും കാലമായില്ലേ എൻ്റെ കൈ പിടിച്ചിടാൻ പാടിയുന്ന മുളന്തത്തമ്മേ ഇന്നിയാളൊഴിഞ്ഞ കൂട്ടിലെന്തേ വന്നു ചേരാത്തോ ഇന്നിയാളൊഴിഞ്ഞ കൂട്ടിലെന്തേ വന്നു ചേരാത്തോ